ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടെക്നിക്കൽ PSC ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഡ്രൈവർ കം OA എക്സാമുകൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രൈവർ കം OA എക്സാമുകൾക്ക് നിരന്തരം ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 10 ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബയോളജി ഭാഗത്ത് നിന്ന് ബയോളജിയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നോക്കിക്കൊള്ളുക, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകങ്ങൾ. നമുക്കറിയാം പോഷക ഘടകങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്, ധാന്യകം, പ്രോട്ടീൻ, കൊഴുപ്പ്, ഫാറ്റ്, അങ്ങനെ ഒരുപാട് പോഷക ഘടകങ്ങൾ നമുക്ക് ആവശ്യമാണ്. ആ പോഷക ഘടകങ്ങളിൽ ശരീര വളർച്ചയ്ക്ക് അല്ലെങ്കിൽ മസിൽ ബിൽഡിങ്ങിന് ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഏതാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ അതിലൊരു ഡൗട്ടും വേണ്ട. നമുക്കറിയാം, നമ്മൾ ജിമ്മിലൊക്കെ പോവാറുണ്ട് ജിമ്മിലൊക്കെ പോകുമ്പോൾ നമ്മൾ കുടിക്കുന്ന എന്താ, പ്രോട്ടീൻ പൗഡറുകളാണ്. ആ പ്രോട്ടീൻ പൗഡറുകൾ നമ്മുടെ മസിൽസ് ബിൽഡപ്പ് ചെയ്യാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ ശരീരകലകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പ്രോട്ടീനുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ശരീരങ്ങളുടെ കലകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട, ഏതാണാ, അത് പ്രോട്ടീനുകളാണ്. പ്രോട്ടീനുകളാണ് ശരീരകലകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷക ഘടകമെന്ന് മനസ്സിലാക്കുക. ബാക്കി പോഷക ഘടകങ്ങൾ ഈ ധാന്യകവും കൊഴുപ്പും എന്തിനാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഊർജ നിർമ്മാണത്തിന്, നമ്മുടെ ശരീരത്തിന് എല്ലാ പ്രവൃത്തി ചെയ്യുവാനും എനർജി ആവശ്യമാണ്. പത്രത്തില് എനർജിയുടെ നിർമ്മാണത്തിന് അല്ലെങ്കിൽ ഊർജ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ധാന്യകവും കൊഴുപ്പും എന്ന് പറയുന്നത്. ധാതുക്കൾ എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടാണ് എന്തെന്ന് പറയുന്നത്, ധാതുക്കളുടെ ഫംഗ്ഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടീനുകളാണ് എന്താണ്, പോഷകഘടകങ്ങളില് ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പോഷകഘടകങ്ങൾ അത് പ്രോട്ടീൻ ആണ്. പയർ വർഗ്ഗത്തിൽപ്പെട്ട ചെടികളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന പ്രോട്ടീനുകളാണ് എന്ന് കൂടി മനസ്സിലാക്കാം. നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനുകൾ ഏതാണ്? വിറ്റാമിനുകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. വിറ്റാമിൻ A, B, C, D, അതേപോലെ K, അങ്ങനെ ഒരുപാട് വിറ്റാമിനുകളുണ്ട്. ഇവിടെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണെന്നാണ്. അതിലൊരു ഡൗട്ടും വേണ്ട. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫില്ലോക്വിനോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ K ആണ് നമ്മുടെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഫില്ലോക്വിനോൾ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ K ആണ് എന്ന് മനസ്സിലാക്കുക. വിറ്റാമിൻ K ആണ്. അതേപോലെ തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ വൻകുടലിലെ ചില ബാക്ടീരിയാസ് ഉണ്ട്. വൻകുടലിലെ ബാക്ടീരിയാസ് പത്രത്തില് മനുഷ്യ ശരീരത്തിലെ വൻകുടലിലെ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാലും അതിന്റെ ആൻസർ വിറ്റാമിൻ K ആണ്. അപ്പൊ വിറ്റാമിൻ Kയുമായിട്ട് ബന്ധപ്പെട്ട് 2 പോയിന്റ് പഠിക്കുക. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ K ആണ്. മനുഷ്യ ശരീരത്തിലെ വൻകുടലുകളിൽ ഉള്ള ബാക്ടീരിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ K ആണ്. വിറ്റാമിൻ A എന്ന് പറയുമ്പോൾ ഏതാണ്, റെറ്റിനാൽ. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം രാത്രി കാഴ്ചശക്തി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നു, അതാണ് നിശാന്തത. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തതയും വിറ്റാമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിറോഫ്താൽമിയയുമാണ്. സിറോഫ്താൽമിയ 2 കാര്യമാണ് പറഞ്ഞത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതും പലതവണ ചോദിച്ചിട്ടുണ്ട്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിശാന്തതയാണ്. നിശാന്തത, രാത്രി കാഴ്ചശക്തി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നു, നിശാന്തത. എന്നാൽ വിറ്റാമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം അത് സിറോഫ്താൽമിയാണ്. ഇനി വിറ്റാമിൻ ഡി സൺഷൈൻ വിറ്റാമിൻ അറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി എന്നറിയപ്പെടുന്നത്. കാൽസിഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത് അസ്ഥികൾക്കുള്ള ബലക്ഷയമാണ്. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്നത്. വിറ്റാമിൻ ഇ ടോക്കോഫിറോൾ എന്ന് പറയുന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ എന്ന് പറയുന്നത്. വിറ്റാമിൻ ഇയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വന്ധ്യതയാണ്. അപ്പോൾ വിറ്റാമിനുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണ വിറ്റാമിനുകൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. മറ്റൊരു ചോദ്യം: ഏത് സൂക്ഷ്മജീവിയാണ് അത്ലറ്റീസ് ഫുട്ട് എന്ന രോഗം ഉണ്ടാക്കുന്നത്? അത്ലറ്റീസ് ഫുട്ട് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് ഏത് സൂക്ഷ്മജീവിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട, ആരാണ്, ഫംഗസുകളാണ്. ഫംഗസുകൾ
ഈ ഫംഗസുകളാണ് താരന് കാരണമാകുന്നത്. അതേപോലെ വട്ടച്ചൊറി അല്ലെ, താരൻ, വട്ടച്ചൊറി, അത്ലറ്റിസ് ഫുട്ട്, താരൻ, വട്ടച്ചൊറി, അത്ലറ്റിസ് ഫുട്ട് എന്നീ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ഫംഗസ് ആണ്. ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ഒരുപാട് രോഗങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട രോഗം എന്ന് പറയുന്നത് എലിപ്പനി. ഒന്ന് എലിപ്പനി, അതേപോലെ തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന ഡിഫ്തീരിയ അല്ലെ, എലിപ്പനി, ഡിഫ്തീരിയ, അതേപോലെ ക്ഷയം. എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം എന്നീ രോഗങ്ങൾ വരുത്തുന്ന ബാക്ടീരിയാസ് ആണ്. ഫംഗസ് വരുത്തുന്ന നമ്മൾ പറഞ്ഞു വട്ടച്ചൊറി, താരൻ, അതേപോലെ അത്ലറ്റിസ് ഫുട്ട് ഫംഗസ് ആണ്. പ്രോട്ടോസോവ വരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗം മലേറിയ അല്ലെങ്കിൽ മലമ്പനി ആണെന്ന് മനസ്സിലാക്കുക. വൈറസുകൾ വരുത്തുന്നത് എയ്ഡ്സ്, നിപ്പ, അതേപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ്. എയ്ഡ്സ്, നിപ്പ, ഹെപ്പറ്റൈറ്റിസ് എന്നീ രോഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപാട് രോഗങ്ങളുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട വൈറസ് വരുത്തുന്ന രോഗങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അത് SCRT ഓറിയന്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞ പോയിന്റുകളാണ്, പഠിച്ചു വെച്ചോണം അല്ലെ. ബാക്ടീരിയ വരുത്തുന്ന രോഗങ്ങൾ, ഫംഗസ് വരുത്തുന്ന രോഗങ്ങൾ, പ്രോട്ടോസോവ വരുത്തുന്ന രോഗങ്ങൾ, വൈറസ് വരുത്തുന്ന രോഗങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ ഏതാണ്? പ്രമേഹം എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന അവസ്ഥ. നമ്മുടെ ശരീരത്തിൽ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70-110 mg/100 ml ആണ് നോർമൽ ഗ്ലൂക്കോസ് ലെവൽ. ആ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്ന അവസ്ഥയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്. അത്തരത്തിൽ പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അതേതാണ്? ആൻസർ നീലവൃത്തമാണ് എന്ന് കൂടി മനസ്സിലാക്കുക അല്ലെ. അപ്പൊ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യക്ഷേമ പദ്ധതികൾ നമുക്ക് വരാറുണ്ട്. പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പൊ അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെ. ഇനി ഏത് ഹോർമോണിന്റെ കുറവ് മൂലമാണ് പ്രധാനമായിട്ടും പ്രമേഹം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഹോർമോണിന്റെ കുറവ് മൂലമാണ്? ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ കുറവ് മൂലമാണ്. ഇൻസുലിൻ, അതായത് നമ്മുടെ പാൻക്രിയാസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന, പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ കുറവ് മൂലമാണ് പ്രമേഹം ഉണ്ടാവുന്നത് കൂടി മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ഡയബറ്റിസ് ഇൻസിപിഡസ്. നമ്മൾ ഡയബറ്റിസ് എന്താണെന്ന് പറഞ്ഞു, ഡയബറ്റിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഷുഗർ അല്ലെ പറഞ്ഞു. ഡയബറ്റിസ് ഇൻസിപിഡസ് എന്ന അവസ്ഥയുടെ പ്രത്യേകത എന്ത്? ഇവിടെ ഡയബറ്റീസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ നേരെ ഷുഗറിലേക്ക് പോകരുത്. ഇവിടെ ഡയബറ്റിസ് ഇൻസിപിഡസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മൂത്രത്തിലൂടെ അമിതമായിട്ട് ജലം നഷ്ടപ്പെടുന്ന അവസ്ഥ അല്ലെ. മൂത്രത്തിലൂടെ അല്ലെങ്കിൽ യൂറിനിലൂടെ അമിതമായിട്ട് വാട്ടർ എക്സ്പെൽ ചെയ്യുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡയബറ്റിക് ഇൻസിപിഡസ് എന്ന് പറയുന്നത്. നമ്മൾ ഡയബറ്റീസ് എന്ന് കാണുമ്പോൾ നമ്മൾ ഷുഗറിലോട്ട് പോകരുത്. ഡയബറ്റിസ് ഇൻസിപിഡസ് എന്ന് പറയുന്നത് മൂത്രത്തിലൂടെ അധികമായിട്ട് ജലം നഷ്ടപ്പെടുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഈ ഡയബറ്റിസ് ഇൻസിപിഡസ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ അല്ലടാ? അടുത്ത ചോദ്യം ഇതാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. നിശാന്തത എന്ന് പറയുന്നത് വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. സ്കർവി എന്ന് പറയുന്നത് വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഇത്തരത്തിൽ ധാതുക്കളുടെയോ വിറ്റാമിനുകളുടെയോ ലവണങ്ങളുടെയോ ഒക്കെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അപര്യാപ്തത രോഗങ്ങൾ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഡിസീസുകൾ അല്ലെങ്കിൽ അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത്. ജനിതക രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ജെനറ്റിക് ഡിസീസ് ആണ് അല്ലെ, തലമുറകളിലേക്ക് വ്യാപിക്കുന്ന രോഗങ്ങളാണ്. തൊഴിൽജന്യ രോഗങ്ങൾ ഒരു തൊഴിലിൽ ഏർപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ അല്ലെ. പ്രധാനപ്പെട്ട ജനിതക രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ, ഡൗൺ സിൻഡ്രം അല്ലെ, ക്ലീൻഫെൽറ്റർ സിൻഡ്രം, വർണ്ണാന്ധത തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ജനിതക രോഗങ്ങൾ. തൊഴിൽജന്യ രോഗങ്ങൾ അതേപോലെ ആസ്പെറ്റോസിസ്, അങ്ങനെ ഒരു തൊഴിലിൽ ഏർപ്പെടുന്ന മൂലം, ഫാർമേഴ്സ് ലങ്സ്, തൊഴിലിൽ ഏർപ്പെടുന്ന മൂലം ഉണ്ടാകുന്ന രോഗമാണ് തൊഴിൽജന്യ രോഗം എന്ന് പറയുന്നത്. അപര്യാപ്ത രോഗങ്ങൾ എന്ന് പറയുന്നത് ഏതിൻ്റെയെങ്കിലും ധാതുക്കളാവട്ടെ വിറ്റാമിനുകളാവട്ടെ അവയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്ത്? അപര്യാപ്ത രോഗങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഈ പറഞ്ഞ നിശാന്തതയും സ്കർവിയും എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലടാ? ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല പോയിന്റ് ആണ്, പലതവണ ചോദിച്ച് വന്നിട്ടുള്ള ചോദ്യമാണ് വിറ്റാമിനുകൾ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്, താഴെ പറയുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതല്ല? ഇവിടെ നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യമാണ്. ഇവിടെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് നമുക്ക് പഠിക്കാനുണ്ട്. വംശനാശ ഭീഷണി നേരിട്ട ജീവികൾ, അതായത് ഈ പറഞ്ഞ സഞ്ചാരി പ്രാവ് അല്ലെ, പാസഞ്ചർ പീജിയൻ അല്ലെങ്കിൽ സഞ്ചാരി പ്രാവ്, അതേപോലെ ക്വാഗ, അതേപോലെ ഡോഡോ, ആരൊക്കെയാടാ?
സഞ്ചാരിപ്രാവ്, ക്വാഗ, ഡോഡോ എന്നീ ജീവികളെ നമുക്കിന്ന് നമ്മുടെ ഭൂമിയിൽ കാണാനായിട്ട് സാധിക്കില്ല. അവയെ നമുക്കൊരു പിക്ചറിന്റെ സഹായത്തോടു കൂടെ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം അന്ന് നമ്മുടെ ഈ ജീവികൾ, ഏത് സഞ്ചാരിപ്രാവ്, ക്വാഗ, അതേപോലെ ഡോഡോ തുടങ്ങിയ ജീവികൾ നമ്മുടെ ഭൂമിയിൽ ഇന്ന് ഇല്ല. വംശനാശം സംഭവിച്ച ജീവികളാണ് അല്ലേ. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന്. ഇവിടെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലമുഴക്കി വേഴാമ്പല്, മലബാർ വെരുക്. ഏതൊക്കെയാടാ? മലമുഴക്കി വേഴാമ്പല്, മലബാർ വെരുക് എന്നീ ജീവികളാണ് നിലവിലെ വംശനാശ ഭീഷണി നേരിടുന്നത്. അപ്പൊ ആൻസർ ഏതാണ്? 2ഉം 3ഉമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത് അല്ലെ. ഇത്തരത്തിൽ ട്രിക്കി ചോദ്യങ്ങൾ നമുക്ക് വരുന്നതാണ്. അപ്പോൾ കറക്റ്റ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണോ അതിനനുസരിച്ചുള്ള ആൻസർ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. വീണ്ടും രോഗങ്ങളും രോഗകാരികളിൽ നിന്നുള്ള ചോദ്യമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇത് നോക്കിക്കൊള്ളുക. ഇവിടെ എലിപ്പനി പരത്തുന്ന ഫംഗസ് ആണോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു എലിപ്പനി പരത്തുന്ന ആരാണ്? ബാക്ടീരിയകൾ പരത്തുന്ന രോഗമാണ്. അപ്പൊ ഒന്നാമത്തെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ. രണ്ടാമത് ക്ഷയം ബാക്ടീരിയ ആണ്. അത് ശരിയല്ലേ? ക്ഷയം, മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയാസ് ആണ് ക്ഷയം പരത്തുന്നത്. അത് ശരിയാണ്. അടുത്ത വട്ടച്ചൊറി പ്രോട്ടോസോ ആണെന്ന് പറയുന്നു. ആണോ? ഇവിടെ വട്ടച്ചൊറി പരത്തുന്നത് ആരാണ്? ഫംഗസുകളാണ്. അപ്പൊ അത് തെറ്റാണ്. അടുത്തത് നിപ്പ വൈറസുകൾ അല്ലടാ. നിപ്പ വരുത്തുന്ന വൈറസ് ആണ് നമുക്കറിയാം അല്ലെ. നിപ്പ വൈറസുകളാണ്. അപ്പൊ നോക്കിക്കൊള്ളുക. അതിന് കറക്റ്റ് ആയിട്ടുള്ള 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത് അല്ലെ. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഡ്രൈവർ കം OAയിലേക്ക് നോക്കുവാണെങ്കിൽ 10 മാർക്ക് എടുത്ത് നമുക്ക് ബയോളജി ഉണ്ട് അല്ലെ, സയൻസ് ഉണ്ട്, ജീവശാസ്ത്രം ഉണ്ട്. അപ്പൊ അതിൽ ഒന്ന് നോക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ 10 മാർക്ക് എടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത് അല്ലെ. ഒന്ന് ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് പഠിച്ചാൽ മതി. ഇനി ഒരു 4 മണിക്കൂർ ബയോളജിക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബയോളജിയുടെ 10 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ചിലപ്പോൾ അതിൽ മേ ബി സ്കോർ പോകാൻ അല്ലെങ്കിൽ മാർക്ക് പോകാൻ ചാൻസ് ഉള്ളത് ഈ ക്ഷേമ പദ്ധതികളായിരിക്കും. ഒരുപാട് ക്ഷേമ പദ്ധതികളുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ നമ്മൾ പഠിച്ചില്ല എങ്കിൽ അതിൽ നിന്നേ മാർക്ക് പോകത്തുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ബയോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ ബയോളജി പഠിച്ചെടുത്താൽ മാത്രമേ തീർച്ചയായിട്ടും ഡ്രൈവർ പുള്ളർ എക്സാമിന് നിങ്ങൾക്ക് ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പൊ അടുത്ത നോക്കിയുള്ളൂ. അടുത്ത ചോദ്യം ഇതാണ്. വായുവിലൂടെ പകരുന്ന രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി ഏതാണ്? അവിടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലെ. വായുവിലൂടെ പകരുന്ന ജോഡികളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കണം. ചിക്കൻ ബോക്സ്, കോളറ. എടാ നമുക്കറിയാം കോളറ എന്ന് പറയുന്നത് മലിനജലത്തിലൂടെ പകരുന്ന രോഗമാണ്. സോ ഇതെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളതാണ് അല്ലെ. ചിക്കൻ ബോക്സ് വായുവിലൂടെ പകരുന്നതാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? തെറ്റാണ്. കോളറ, വീണ്ടും കോളറ വന്നു. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്ത് കളയാം. ക്ഷയം, ചിക്കൻ ബോക്സ് അതവിടെ നിൽക്കട്ടെ. മന്ത്, ചിക്കൻ ഗുനിയ അല്ലെ. എടാ ഈ മന്ത് എന്ന് പറയുന്ന കൊതുകുകൾ വരുന്ന രോഗം. അപ്പൊ അതും തെറ്റാണ്. ഇപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഏതാണ്? 3 മാത്രമാണ് ശരിയായിട്ടുള്ളത് അല്ലെ. ക്ഷയവും ചിക്കൻ ബോക്സും ആണ് പ്രധാനമായിട്ടും എന്തിലൂടെ പകരുന്നത്? വായുവിലൂടെ പകരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3 മാത്രമാണ് ശരി. 3 മാത്രമാണ് ശരി അല്ലടാ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ കേട്ടോ. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പലതവണ ഈ ചോദ്യങ്ങളെ റിപ്പീറ്റ് ചെയ്തതാണ്. നമ്മൾ ആ വിറ്റാമിൻ എയുടെ കാര്യം പറഞ്ഞാലും വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തതയും വിറ്റാമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള കുറവ് മൂലം ഉണ്ടാകുന്ന സിറോഫ്താൽമിയാണ്. അത് പലതവണ എക്സാമുകൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇത്തരത്തിലെ PYQസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ബയോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഒരു 10 മാർക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ നമുക്കറിയാം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ ഇനി ഡ്രൈവർ കം OA എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം അതിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെ, അതിന് നിങ്ങളെ സഹായിക്കാനായിട്ടാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ ഏറ്റവും പുതിയൊരു ബാച്ച് ഡ്രൈവർ കം OA ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിൽ ജോയിൻ ചെയ്യാനും ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ്. സോ താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.